അസ്സലാമു അലൈക്കും മുത്തുമണീസ്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പാക്കറ്റ് പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രയാണോ ആവശ്യമില്ല വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇച്ചിരി കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണത്. ഇത് പാലിൽ മിക്സാക്കിയിട്ട് കട്ടയൊന്നുമില്ലാതെ ഉടച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തീ വളരെ സ്ലോയിൽ ഇടണം, സിമ്മിലാക്കി ഇടണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് കട്ട പിടിച്ചും, പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പം നമ്മൾ പാലങ്ങനെ നന്നായിട്ട് കുറുക്കിയെടുത്തിട്ടുണ്ട് ഞാനിവിടെ. കുറച്ച് കട്ടി പോലെ ആയി. ഞാൻ വേറൊരു ബൗളിക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രൂട്ട്സ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ആപ്പിള്, പിന്നെ അതേപോലെ മുന്തിരി, പഴം, പിന്നെ ഈത്തപ്പഴമാണ് കേട്ടോ. ഇവിടെ നമുക്ക് പൈനാപ്പിള്, പിന്നെ അതേപോലെ പോംഗ്രാനൈറ്റ്, അങ്ങനെയുള്ള പുളിയില്ലാത്ത ഏത് ഫ്രൂട്ട്സും ആണെങ്കിലും ഇടാം. പിന്നെ അതേപോലെ ബദാം, പിസ്ത, അങ്ങനെ എന്തിതുണ്ടെങ്കിലും നമുക്ക് ആഡാക്കി കൊടുക്കാം. പക്ഷെ ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഫ്രൂട്ട്സ് ഞാൻ എടുത്തു എന്നുള്ളൂ കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഏറ്റവും അവസാനമായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇച്ചിരി ചിയാ സീഡ് ഞാൻ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതും പാടെ 2 ബൗൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചൂട് കാലത്തൊക്കെ മനസ്സും ശരീരവും ഒക്കെ ഇതേപോലെ തണുക്കാൻ നമുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. ഈസിയാണ് താനും. നമുക്ക് ഇപ്പം നോമ്പിനൊക്കെ നമ്മളെ വയറൊക്കെ നിറയാൻ ഇത് മാത്രം മതി. പിന്നെ അതുപോലെ ഇനി പെരുന്നാളൊക്കെ ആണല്ലോ വരുന്നത്. അപ്പോൾ പെരുന്നാൾക്ക് നമുക്ക് നമ്മളെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മളെ ഫാമിലിയോ ആരെങ്കിലും വരുമ്പോഴോ ഒക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട്സ് സലാഡാണ്. അപ്പോൾ നമ്മളെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസും പുതിയ പുതിയ കണ്ടൻറ്റുകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരണ്ട്. അപ്പോൾ അതുവരേക്കും അസ്സലാമു അലൈക്കും.